ഭാരതത്തിൽ 12 ജ്യോതിർലിംഗമാണുള്ളത്. അതിൽ ഒന്നാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. സ്കന്ദപുരാണത്തിൽ മഹാദേവൻ പറയുന്നുണ്ട്, 3 ലോകങ്ങളും എൻ്റെ നഗരമാണ്, അതിൽ കാശി എൻ്റെ രാജകൊട്ടാരമാണ്. കാശിയിൽ സംഹാരമൂർത്തിയായ രുദ്രനായിട്ടല്ല, പകരം ജ്ഞാനത്തിൻ്റെ വെളിച്ചം വിതറുന്ന മോക്ഷദായകനായിട്ടാണ് കാശി വിശ്വനാഥൻ കുടികൊള്ളുന്നത്. जगदीश सुधीश भवेश विभो गुणहीन सुदीन मलिन मतिं गुणहीन सुदीन मलिनमतिं त्वयि पातरि दातरि चापरतिं. ഗർഭഗ്രഹ ആണ് ആ കാണുന്നത്. 60 സെൻറ്റിമീറ്ററുള്ള ശിവലിംഗമാണ് അതിനുള്ളിലുള്ളത്. 12 ജ്യോതിർലിംഗം ഉള്ളതിൽ 7ാമത്തെ ജ്യോതിർലിംഗമാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലുള്ളത്. ഈ ശിവലിംഗത്തിൽ ശിവനും ശക്തിയും ഉണ്ടെന്നാണ് വിശ്വാസം. കാശി വിശ്വനാഥ ക്ഷേത്രം പണ്ടുകാലം തൊട്ടേ ഉള്ളതാണ്. മുഗൾ ചക്രവർത്തി അക്ബറാണ് ഈ ക്ഷേത്രം പിന്നീട് പുതുക്കിപ്പണിഞ്ഞത്. എന്നാൽ 1600 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഔറംഗസേബ് ഇവിടെ അന്നു നിലനിന്ന ക്ഷേത്രം നശിപ്പിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ജ്യോതിർലിംഗം എടുത്ത് സമീപത്തുള്ള ഒരു കിണറ്റിലിടുകയും പകരം അന്ന് സ്ഥിതി ചെയ്ത ക്ഷേത്രത്തിന് സ്ഥാനത്ത് ഗ്യാൻ വ്യാപി മസ്ജിദ് പണിയുകയും ചെയ്തു. ഇപ്പോഴത്തെ ഈ ക്ഷേത്രത്തിനുള്ളിൽ കയറിയാൽ ഈ ചരിത്രം ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. സാധാരണ നന്ദിദേവൻ്റെ വിഗ്രഹം ശിവക്ഷേത്രങ്ങളിൽ മഹാദേവ വിഗ്രഹത്തെ നോക്കിയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇവിടെ നന്ദിദേവൻ ഗ്യാൻ വ്യാപി മസ്ജിദ് നോക്കിയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം പഴയ ക്ഷേത്രം എവിടെയായിരുന്നു ഉള്ളതെന്ന്. പിന്നീട് 1780കളിൽ മറാഠയുടെ ചക്രവർത്തിനിയായ റാണി അഹല്യാഭായി ആണ് ഈ ക്ഷേത്രം പണിഞ്ഞത്. 7 വർഷം മുന്നേ ഞാൻ വന്നപ്പോൾ ഉള്ളതുപോലെയല്ല ഇപ്പോൾ. ക്ഷേത്ര പരിസരം നല്ല രീതിയിൽ പുതുക്കി പണിയുകയും ക്ഷേത്ര പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നുമുണ്ട്. भववारण कारण कर्म ततो भववारण कारण कर्म ततो भवसिंह. കാശി വിശ്വനാഥ ക്ഷേത്രം കൂടാതെ കാശി വിശാലാക്ഷി ക്ഷേത്രം, അന്നപൂർണേശ്വരി ക്ഷേത്രം, കാലഭൈരവി ക്ഷേത്രം, കാശി വാരാഹി ക്ഷേത്രം തുടങ്ങി മറ്റു പ്രധാന ക്ഷേത്രങ്ങളുമുണ്ട്. जगदीश
जगदीश सुधीश भवेश विभो अतिनाश्य जनुर्मम पुण्यरुचे अतिनाश्य जनुर्मम पुण्यरुचे दुरितौघमरैः परिपूर्णभुवः सुजधन्